ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിലെ ആദ്യ റീച്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതായി ആന്റണി ജോൺ MLA അറിയിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ 2019-20 സംസ്ഥാന ബജറ്റിലാണ് ആദ്യ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ അനുവദിച്ചിരുന്നത്. തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിന്റെ ആദ്യ റീച്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ 2019-20 സംസ്ഥാന ബജറ്റിലാണ് ആദ്യ റീച്ചിന്റെ നിർമ്മാണത്തിനായി 5 കോടി രൂപ അനുവദിച്ചത്. തങ്കളം മുതൽ കലാ ഓഡിറ്റോറിയം വരെ വരുന്നതാണ് ആദ്യ റീച്ച്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും പദ്ധതിക്ക് വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും കോതമംഗലം നഗരസഭയുടെയും എക്സൈസ് ഓഫീസിന്റെയും ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കങ്ങളും നിലനിന്നിരുന്നു. ഇതെല്ലാം പരിഹരിച്ച് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് 2019-20 ബജറ്റിൽ റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ തുക അനുവദിച്ചത്. ഈ തുക ചിലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. അവസാനഘട്ട പ്രവൃത്തികളായ ഫുട്പാത്തിന്റെ നിർമ്മാണം, ഇരു സൈഡുകളിലും ഇന്റർലോക്ക് വിരിക്കൽ, ട്രാഫിക് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കൽ എന്നിവയാണ് നടന്നുവരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും വിലയിരുത്തി. കോതമംഗലം ഏറെ കാലമായി കാത്തിരുന്ന ഒരു വികസന പദ്ധതിയുടെ അതിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് അത് നമ്മൾ 2 റീച്ചുകളിൽ 2 ഘട്ടമായിട്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരുന്നത്. 2019-20 ഒന്നാം പിണറായി സർക്കാരിൻ്റെ 2019-20 സംസ്ഥാന ബഡ്ജറ്റിലാണ് ഈ 2 റീച്ചുകളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായി വരുന്ന തങ്കളം മുതൽ കലാ ഓഡിറ്റോറിയം വരെ വരുന്ന പ്രദേശത്ത് നിർമ്മാണത്തിന് 5 കോടി രൂപയും കലാ ഓഡിറ്റോറിയം മുതൽ കോഴിപ്പള്ളി വരെ വരുന്ന പ്രദേശത്ത് നിർമ്മാണത്തിന് 10 കോടി രൂപയുമാണ് ബഡ്ജറ്റിൽ അനുവദിച്ചത്. അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഈ നമ്മുടെ തങ്കളം മുതൽ കലാ ഓഡിറ്റോറിയം വരെയുള്ള വർക്കാണ് ആദ്യം ടെൻഡർ ചെയ്തത്. ആ വർക്ക് അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനിടയിൽ കോവിഡിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളും ആ ഘട്ടത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിട്ടിരുന്നു. കലാ ഓഡിറ്റോറിയം മുതൽ കോഴിപ്പള്ളി വരെയുള്ള 2ാം റീച്ചിലെ 10 കോടി രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. MLAയ്ക്കൊപ്പം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, കൗൺസിലർമാരായ KA നൌഷാദ്, KV തോമസ്, മുൻ കൗൺസിലർ PA ഫിലിപ്പ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MB നൌഷാദ്, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിൻഡോ VP, അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ MS, ഓവർസിയർ നീതു സുരേഷ് എന്നിവരും ഉണ്ടായിരുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ.